ഹലോ, ഏവർക്കും സ്മാർട്ട് പി സി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ LDCക്ക് വേണ്ടിയുള്ള 30ാമത്തെ കമ്പൽസറി ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ നല്ലപോലെ തന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്, ക്ലാസ്സിൽ കാണുന്നുണ്ട്, റിവിഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതിൽ വലിയ സന്തോഷമാണ്. നിങ്ങൾ റിവിഷൻ അറ്റൻഡ് ചെയ്യുന്നു, ഒരുപാട് കുട്ടികൾ റിവിഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 10-30ഓളം പേർക്ക് ഫുൾ മാർക്കും ഉണ്ട്. ഓക്കെ, അത് വലിയ സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്, നമ്മളിന്ന് രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ദേശീയ പാർട്ടികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങളിത് ക്ലാസ് ആ ഒരു ഭാഗം ഫുള്ള് കാണണം. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ആദ്യം ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഫുള്ള് ക്ലിയർ ആവും. കാരണം ഇത് സ്റ്റേറ്റ്മെൻറ്റ് PSC പലതവണ ഇട്ടതാണ്. നമ്മൾ LDC പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കണം. അപ്പോൾ നിങ്ങൾ ഫുള്ള് മനസ്സിലാക്കി തന്നെ പോകണം. ഓക്കെ, ഓരോ പോയിൻറ്റും മനസ്സിലാക്കി തന്നെ നിങ്ങൾ പോകണം. ഓക്കെ, പിന്നെ പറയാനുള്ളത് നമ്മുടെ ഓൺലൈൻ ബാച്ചിനെ കുറിച്ചാണ്. ഞങ്ങളോടൊപ്പം ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് Google മീറ്റിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാം. LDക്കും LPUPക്കും LGSനും ഓൺലൈൻ ബാച്ചുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പഠിക്കണം. ഈ ടോപ്പിക്കൊക്കെ പരീക്ഷ വരെ നിങ്ങൾ ഓർത്തിരിക്കാൻ അങ്ങനെ പഠിക്കണം. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ കുറച്ച് രാഷ്ട്രീയം പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ പാർട്ടി, സംസ്ഥാന പാർട്ടി, അങ്ങനെയുള്ള കുറച്ച് കാലം നമുക്ക് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അതിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു കൊട്ടേഷനാണ്. ഓക്കെ, ആനന്ദിനടുത്താണ് ചോദിക്കാൻ പോകുന്നത്, വേറെ ആരും പറയരുത് കേട്ടാ. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടില്ലെങ്കിൽ നിങ്ങളെക്കാൾ മോശപ്പെട്ടവർ നിങ്ങളെ ഭരിക്കും. ഇതാരുടെ വാക്കുകളാണ്? പ്ലേറ്റോയുടെ വാക്കുകളാണ്. പ്ലേറ്റോയുടെ വാക്കുകൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടില്ലെങ്കിൽ നിങ്ങളെക്കാൾ മോശപ്പെട്ടവർ എന്ത് ചെയ്യും, നിങ്ങളെ ഭരിക്കും. കേട്ടോ, അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലേറ്റോയോട് പറയുന്ന ഓർത്തിരിക്കേണ്ട ഒരു ഐഡിയ ഉണ്ട്. നിങ്ങളെക്കാൾ മോശപ്പെട്ടവർ നിങ്ങളെ ഭരിക്കും, പൊരിക്കും. അങ്ങനെയാണ്, നിങ്ങളെക്കാൾ മോശപ്പെട്ടവർ നിങ്ങളെ ഭരിക്കും, പൊരിക്കും, പ്ലേറ്റിലാക്കി കഴിക്കും. അതിനോർത്ത് വെച്ചാൽ കേട്ടോ. ഓക്കെ, ഈ പ്ലേറ്റോയുടെ ഒരു പുസ്തകം ഒരുപാട് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഏതാണ് പുസ്തകം? ദ റിപ്പബ്ലിക് എന്ന പുസ്തകം എഴുതിയ ആരാണ്? പ്ലേറ്റോയാണ്. ദ റിപ്പബ്ലിക് എന്ന പുസ്തകം എഴുതിയ വളരെ പ്ലേറ്റോയാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ ദേശീയ പാർട്ടിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയെ അംഗീകരിക്കണമെങ്കിൽ ആ പാർട്ടി താഴെ പറയുന്ന ഏതെങ്കിലും ഒരു വ്യവസ്ഥ നേടിയിരിക്കണം. മനസ്സിലായ? ഏതെങ്കിലും ഈ 3 കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. ഇത് നമുക്ക് പല തവണ PSC എന്ത് ചെയ്തു, ഇതേ സെയിം സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. പിന്നെ അല്ലാതെ ഞാൻ കുറച്ച് ലിസ്റ്റ് പഠിപ്പിക്കും. ആ ലിസ്റ്റിൽ നിന്നുള്ളതിൽ താഴെ പറയുന്ന ദേശീയ പാർട്ടി ഏത്, അല്ലെങ്കിൽ ഏതെല്ലാമാണ് ദേശീയ പാർട്ടി, അതും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പഠിക്കാൻ പോകുന്ന പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർമ്മയിരിക്കണം. ഓക്കെ, ശരി. എടാ, ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് ദേശീയ പാർട്ടിയാണെന്ന് നോക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ്, ലോകസഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ ആകെ പോൾ ചെയ്ത സാധുവായ വോട്ടിൻ്റെ 6% നേടിയിരിക്കണം. മനസ്സിലായ? ഓക്കെ, എങ്ങനെയാണ്? ഒന്നുകിൽ ലോകസഭാ ഇലക്ഷൻ, അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷൻ. എത്ര സംസ്ഥാനങ്ങൾ? 4 അതിലധികം സംസ്ഥാനങ്ങളിൽ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 6% നേടിയിരിക്കണം. കൂടാതെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലോ നിന്ന് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ 4 മണ്ഡലങ്ങളിലെങ്കിലും വിജയിച്ചിരിക്കണം. മനസ്സിലായ? ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒന്നെന്താണ് കണ്ടീഷൻ? അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഫുള്ള് ഒരു കണ്ടീഷനാണ്. ഒന്നുകിൽ ലോകസഭ ഇലക്ഷൻ അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷൻ. 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ എന്ത് വേണം? ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 6% നേടിയിരിക്കണം. കൂടാതെ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ സംസ്ഥാനത്ത് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലോ നിന്ന് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ 4 മണ്ഡലങ്ങളിലെങ്കിലും എന്ത് ചെയ്യണം? വിജയിച്ചിരിക്കണം. മനസ്സിലായ? ക്ലിയർ ആണ്. ഇപ്പം തന്നെ നമ്മൾ കേരളത്തിൽ എത്ര ലോക്സഭാ സീറ്റുണ്ട്? കേരളത്തിൽ 20 ലോക്സഭാ സീറ്റുണ്ട് കേരളത്തിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു പാർട്ടി കേരളത്തിൽ നിന്ന് 4 ലോകസഭാ സീറ്റുകളിൽ വിജയിച്ചു. കേരളത്തിൽ ഇപ്പോൾ ഒരു പാർട്ടി ഇല്ലാത്ത പാർട്ടിയുടെ പേര് പറ. SSB ഉണ്ടാടെ അങ്ങനെയല്ലോ. ഇപ്പൊ SSB എന്നൊരു പാർട്ടി നമ്മളെ കേരളത്തിൽ നിന്ന് മത്സരിച്ചു. അവർ വേറൊരിടത്ത് നിന്നില്ല, കേരളത്തിൽ മാത്രം നിന്ന് മത്സരിച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, വേറെ 4 സംസ്ഥാനങ്ങളിൽ മത്സരിച്ചു. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിൽ മത്സരിച്ചു. പക്ഷെ അവർക്ക് റിസൾട്ട് എവിടെ മാത്രമേ ഉള്ളൂ? കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ പോൾ ചെയ്ത 6%, അതായത് 4 സംസ്ഥാനങ്ങളിലും 6% വോട്ട് കിട്ടി. 6% വോട്ട് കിട്ടി. അത് മാത്രം മതിയാ? പോരാ. പക്ഷേ അവർക്ക് എന്തുണ്ട്? കേരളത്തിൽ 4 ലോകസഭാ സീറ്റ് കിട്ടി. കേരളത്തിൽ നിന്ന് മാത്രമായി 4 ലോകസഭാ സീറ്റ് കിട്ടി. അവർ ദേശീയ പാർട്ടി ആവോ?
അവർ ദേശീയ പട്ടികയാവും. മനസ്സിലായില്ലേ? കാരണം 4 സംസ്ഥാനത്ത് അവർക്ക് എന്തുണ്ട്? 6% കൂടുതൽ 6% കൂടുതൽ വോട്ട് ലഭിച്ചിട്ടുണ്ട്. 6% വോട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിൽ 4 സീറ്റ് അവർക്ക് എന്ത് കിട്ടി? ലോക്സഭ സീറ്റ് കിട്ടുകയും ചെയ്തു. അപ്പൊ അവരെന്തായി മാറും? ദേശീയ പാർട്ടിയായി മാറും. ഇനി നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് മാത്രമായി അവർക്ക് 4 കിട്ടിയില്ല. അവർ മത്സരിച്ച എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് അവർക്ക് ആകെ 4 സീറ്റ് കിട്ടി. അപ്പോൾ അവർ ദേശീയ പാർട്ടിയാവോ? അപ്പോഴും ആവും. മനസ്സിലായ? അതായത് 2 കാര്യങ്ങൾ. ഒന്ന്, 4 സംസ്ഥാനങ്ങളിൽ നിന്ന് എന്ത് കിട്ടണം? ആകെ പോൾ ചെയ്തതിന്റെ 6% വോട്ട് കിട്ടണം. ഓക്കെ. 2, മൊത്തത്തിൽ, അതായത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എന്ത് കിട്ടണം? 4 ലോക്സഭാ സീറ്റ് കിട്ടണം. ഇത് ഒരു കണ്ടീഷനാണ്. ഡൗട്ട് ഉണ്ടാക്കെങ്കിലും ഇതില് ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ? തനിച്ചയ്ക്ക് മനസ്സിലായ? ആൻസിക്ക് മനസ്സിലായ? ഒന്നും മനസ്സിലായില്ല? ഒന്നുകൂടെ പറഞ്ഞുതരാം. എടാ, അപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ നിയമസഭാ തിരഞ്ഞെടുപ്പിലോ 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 6%. 2, അതായത് അതിന്റെ കൂടെ തന്നെ ഉള്ളത്, എടാ രണ്ടാമത്തെ കണ്ടീഷൻ അല്ല, അതിന്റെ കൂടെ തന്നെ ഉള്ളത്, കൂടാതെ ഏതെങ്കിലും സംസ്ഥാനത്തോ സംസ്ഥാനങ്ങളിൽ നിന്നോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ്? 4 സീറ്റ് ലഭിച്ചിരിക്കണം. ഓക്കെ, 4 മണ്ഡലം ലഭിച്ചിരിക്കണം. ഓക്കെ, ഇത് ഒരു കണ്ടീഷൻ. അപ്പൊ ഈ ഒരു കണ്ടീഷൻ വിജയിച്ചു കഴിഞ്ഞാൽ അവരെന്തായി? ദേശീയ പാർട്ടിയായി. ഇനി രണ്ടാമത്തെ കണ്ടീഷനാണ് പറയാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2% സീറ്റുകളിൽ വിജയിച്ചിരിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2% സീറ്റുകളിൽ വിജയിച്ചിരിക്കണം. ഇപ്പൊ തന്നെ നമ്മുടെ എത്ര ലോക്സഭാ സീറ്റ് ഉണ്ട് നമുക്കിപ്പം? മൊത്തത്തിൽ രാജ്യം മൊത്തം നമുക്ക് 543. അപ്പൊ അതിന്റെ 2% സീറ്റുകൾ എന്ത് ചെയ്യണം? വിജയിച്ചിട്ടുണ്ട്. അതായത് 2% എന്ന് പറയുമ്പോൾ 5, 10, 12 സീറ്റ് വരെ വരും. ഓക്കെ, 12 സീറ്റ് വരെ വിജയിച്ചു കഴിഞ്ഞാൽ എന്തായി? ദേശീയ പാർട്ടി ആയിരിക്കണം. ഇത് ഏതെങ്കിലും 3 സംസ്ഥാനങ്ങളിൽ നിന്നുമായിരിക്കണം. മനസ്സിലായില്ലേ? ഒരു സംസ്ഥാനത്ത് നിന്ന് പാടില്ല, 3 സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ മനസ്സിലായ? രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2% സീറ്റുകളിൽ വിജയിച്ചിരിക്കണം. ഇത് ഏതെങ്കിലും 3 സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണ്? അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ ഏതാണ്? അടുത്ത് മൂന്നാമത്തെ കണ്ടീഷൻ വളരെ സിമ്പിൾ ആണ്. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടിയെ അംഗീകരിച്ചിരിക്കണം. മനസ്സിലായ? 4 സംസ്ഥാനങ്ങളിൽ എന്തായിട്ട് അംഗീകരിച്ചിരിക്കണം? സംസ്ഥാന പാർട്ടിയെ അംഗീകരിച്ചിരിക്കണം. അപ്പൊ ഈ പറഞ്ഞ 3 കണ്ടീഷൻസ് ഓർമ്മയുണ്ട? ഈ 3 കണ്ടീഷൻസിൽ വിജയിക്കുന്ന, അല്ലെങ്കിൽ ഈ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും നേടിയെടുക്കുന്ന പാർട്ടികളാണ് എന്തായി മാറുന്നത്? ദേശീയ പാർട്ടി. ഇതിൽ ഏതെങ്കിലും 3 എണ്ണത്തിൽ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാവേ. ഒന്നാമത്തെ കണ്ടീഷൻ ഓർമ്മയുണ്ടാടാ? നമുക്ക് പറയിപ്പിക്കാം. നീ പറഞ്ഞേ. ലോകസഭയിലോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലോ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 4%. എത്ര സംസ്ഥാനങ്ങളിൽ നിന്ന്? 4 സംസ്ഥാനങ്ങൾ. 4 സംസ്ഥാനങ്ങൾ, 4 അതിലധികം സംസ്ഥാനങ്ങളിൽ നിന്ന് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 6% നേടിയിരിക്കണം. കൂടാതെ ഒരു സംസ്ഥാനത്തിലോ ഒന്നിലധികം സംസ്ഥാനങ്ങളിലോ 4 ലോകസഭാ മണ്ഡലങ്ങളിലെങ്കിലും വിജയിച്ചിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞു നോക്കിയേ. രണ്ടാമത്തെ കണ്ടീഷൻ ലോകസഭയില് ആകെ സീറ്റിന്റെ 2% വിജയിച്ചിരിക്കണം. ഇത് എത്ര സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കണം? 3 സംസ്ഥാനങ്ങളിലായിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? 4 സംസ്ഥാനങ്ങളെങ്കിലും സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകരിച്ചിരിക്കണം. ഓക്കേടാ, ഇത് എല്ലാവർക്കും കിട്ടിയാ? ഞാൻ ഇത് വീണ്ടും പറയണത്, ഇത് പരീക്ഷ വരെ നിങ്ങൾ മറക്കാതിരിക്കാനാണ്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്ടാ? ലോകസഭ ഇലക്ഷനിലോ നിയമസഭാ ഇലക്ഷനിലോ 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ, 4 മറക്കരുത്, 4 അതിലധികം സംസ്ഥാനങ്ങളിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 6% കിട്ടണം. കൂടാതെ ഒരു സംസ്ഥാനത്ത് നിന്നോ അല്ലെങ്കിൽ ഒന്നിലധികം സംസ്ഥാനത്ത് നിന്നോ 4 സീറ്റെങ്കിലും എന്ത് ചെയ്യണം? നേടിയിരിക്കണം. ഇത് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ലോകസഭാ ഇലക്ഷനിൽ ആകെ സീറ്റിന്റെ 2% നേടിയിരിക്കണം. ഇത് എത്ര സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കണം? 3 സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കണം. മനസ്സിലായി? 3 സംസ്ഥാനങ്ങളിൽ നിന്ന് ആയിരിക്കണം. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ എന്താ? ഏതെങ്കിലും 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി ആണെങ്കിലും എന്ത് കിട്ടും? അംഗീകാരം കിട്ടും. എന്നിട്ട് അംഗീകാരം കിട്ടും? ദേശീയ പാർട്ടിയുടെ അംഗീകാരം കിട്ടും. ഇവിടെ എല്ലാവർക്കും മനസ്സിലായ? ഓക്കെ, ഇവിടെ ബിസ്ബിക്ക് മനസ്സിലായ? ഓക്കെ, ധനുജ, അതുലേക്ക് മനസ്സിലായ? 3 കണ്ടീഷൻ മനസ്സിലായ? ഞാൻ ചോദിക്കും. ഓക്കെ, മനസ്സിലായല്ലോ ഇതിന്? ഓക്കെ, ഇനി അടുത്ത് അങ്ങോട്ടൊക്കെ എളുപ്പമാണ്. ഈ ഒരു കാര്യം മാത്രമേ ഇതിൽ പാടുള്ളൂ കേട്ടോ. നമുക്ക് ഒന്നുകൂടെ അത് പറയാം കേട്ടോ. ഈ ഒരു കാര്യം മാത്രമേ പാടുള്ളൂ. ഓക്കെ, ശരി, നമുക്ക് ഇനി അങ്ങോട്ട് നോക്കാവേ.
ദേശീയ പാർട്ടികൾ 6 ഉണ്ട്. ഇപ്പോൾ എത്ര ഉണ്ട് പിള്ളേരെ? 6 ഉണ്ട് ദേശീയ പാർട്ടികൾ. ഓക്കെ. ഒന്നാമത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കേട്ടോ, ഒന്നാമത്തെ ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്? 1885. ഇവിടെ ചിഹ്നം എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചിഹ്നം എന്താണ് പിള്ളേരെ? കൈപ്പത്തിയാണ്. എന്താണ്? കൈപ്പത്തി. അപ്പൊ ഒന്നാമത്തെ ദേശീയ പാർട്ടി INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 കൈപ്പത്തി. 1885 കൈപ്പത്തി. രണ്ടാമത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അതായത് CPIM. CPIM ഏത് വർഷമാണ്? CPIM 1964. ഏത് വർഷമാണ് പിള്ളേരെ? 1964. എന്താണ് ചിഹ്നം? അരിവാൾ ചുറ്റിക നക്ഷത്രം. ചിഹ്നം ഏതാണ് വളരെ? അരിവാൾ ചുറ്റിക നക്ഷത്രം. അരിവാൾ ചുറ്റിക നക്ഷത്രം. ഓക്കെ. മൂന്നാമത്തെ ദേശീയ പാർട്ടി ഏതാ? BJP. എന്താണ്? BJPയുടെ പൂർണ്ണരൂപം എന്താണ്? ഭാരതീയ ജനതാ പാർട്ടി. എന്താണ് പിള്ളേരെ? ഭാരതീയ ജനതാ പാർട്ടി. ഏത് വർഷമാണ് BJP? 1980. ഏത് വർഷം? 1980. എന്താണ് ചിഹ്നം? താമരയാണ് ചിഹ്നം. അപ്പൊ നമ്മൾ 3 പഠിച്ചു. ഒന്നാമത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ INC. ഏത് വർഷം? 1885. ചിഹ്നം എന്താ? കൈപ്പത്തി. ഓക്കെ. രണ്ടാമത്തെ പാർട്ടി ഏതാ? CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഓക്കെ. അത് ഏത് വർഷം? 1964. ചിഹ്നം എന്താ? ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. ഓക്കെ. അടുത്ത മൂന്നാമത്തത് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ BJP. ഏത് വർഷം? 1980. ഓക്കെ. ചിഹ്നം എന്താ? താമര. പഠിച്ചു. ഓക്കെ. നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെയും പഠിക്കാം. നാലാമത്തത് BSP. എന്താണ്? BSPയുടെ പൂർണ്ണരൂപം പറഞ്ഞേ. BSPയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ബഹുജൻ സമാജ് പാർട്ടി. എന്താണ്? ബഹുജൻ സമാജ് പാർട്ടി. ഏത് വർഷം? BJP രൂപം കൊണ്ട് 4 വർഷം കഴിഞ്ഞപ്പോഴാണ് BSP. 1984. ഏത് വർഷമാണ്? 1984. ബുദ്ധിയുടെ 1984 കേട്ടോ. അപ്പൊ BSP ഏത് വർഷം? 1984. BSPയുടെ ചിഹ്നം എന്താ? ആനയാണ് ചിഹ്നം. BSPയുടെ ചിഹ്നം എന്താണ്? ആന. ഓക്കെ. ശരി. ഓക്കെ. ഇനി അടുത്ത് അഞ്ചാമത്തെ പാർട്ടി NPP. എങ്ങനെ മനസ്സിലായി? നാഷണൽ പീപ്പിൾസ് പാർട്ടി. ഓക്കെ. ഏത് വർഷമാണ് നാഷണൽ പീപ്പിൾസ് പാർട്ടി? പെട്ടെന്ന് കണക്കിൽ നിനക്ക് ബുദ്ധിയുണ്ടോ നോക്കട്ടെ. BSP ബഹുജൻ സമാജ് പാർട്ടി രൂപം കൊണ്ട് 29 വർഷം കഴിഞ്ഞിട്ടാണ് NPP. 2013 ആണ് കേട്ടോ. NNP ഏത് വർഷം? 2013. ഓക്കെ. ക്ലിയർ ആണ്? സെറ്റാണ്? ഓക്കെ. ശരി. ഈ NNPയുടെ ചിഹ്നം എന്താ? സോറി, NNP അല്ല, NPPയുടെ ചിഹ്നം എന്താ? NPPയുടെ ചിഹ്നം, നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ ചിഹ്നം എന്താ? കുതിരയല്ല. നിങ്ങളുടെ ജീവിതമായിട്ടൊക്കെ വളരെ അടുത്തിരിക്കുന്ന സാധനമാണ്. പക്ഷെ നിങ്ങളത് വെറുക്കുന്നു. വെറുക്കുന്നു പറഞ്ഞാൽ പല ആൾക്കാരും വേണ്ടത്ര ബഹുമാനം നൽകുന്നില്ല. പുസ്തകം കണ്ട അവൻ വെളിയിൽ നിന്ന് വന്നാണ് മനസ്സിൽ. പുസ്തകമാണ് കേട്ടോ. പുസ്തകം. NPPയുടെ ചിഹ്നം എന്താണ് പിള്ളേരെ? പുസ്തകം കേട്ടോ. പുസ്തകം. വെറുക്കല്ല. NPPയുടെ ചിഹ്നം എന്താണ്? പുസ്തകം. അപ്പൊ NPP ഏത് വർഷം പിള്ളേരെ? 2013. ഓക്കെ. അടുത്ത പാർട്ടി കേട്ടോ. അടുത്ത പാർട്ടി ഏതായിരിക്കും? ഇനി 5 പറഞ്ഞു. ആം ആദ്മി പാർട്ടി. എന്താണ് പിള്ളേരെ? ആം ആദ്മി പാർട്ടി. ഈ ആം ആദ്മി പാർട്ടിയുടെ രൂപം കൊണ്ട വർഷം ഏത്? ആം ആദ്മി പാർട്ടി 2012 ഏത് വർഷമാണ് പിള്ളേരെ? 2012. ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നം എന്താണ്? ചൂലാണ്. എന്താണ്? ചൂലാണ്. ഓക്കെ. അപ്പൊ ഇത്രയും പഠിച്ചു. സിമ്പിളായിട്ട് പഠിച്ചു. ഒന്നുമില്ല, ഞാൻ ഫുള്ള് പറഞ്ഞുതരാം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണേ. ഓക്കെ. ആദ്യത്തേത് INC രൂപം കൊണ്ട വർഷം 1885. ചിഹ്നം എന്താ? കൈപ്പത്തി. ചിഹ്നം കൈപ്പത്തി. രണ്ടാമത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് CPIM 1964. ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. മൂന്നാമത്തെ ഭാരതീയ ജനതാ പാർട്ടി BJP 1980 താമര. ഓക്കെ. നാലാമത്തത്
BSP ബഹുജൻ സമാജ് പാർട്ടി 1984 ആന. ഓക്കെ, അടുത്ത അഞ്ചാമത്തത് NPP നാഷണൽ പീപ്പിൾസ് പാർട്ടി 2013 പുസ്തകം. ഓക്കെ, ആറാമത്തത് ആം ആദ്മി പാർട്ടി 2012 ചൂൽ. ഓക്കെ, ഇത്രയും പഠിച്ചല്ലോ, ക്ലിയർ ആണല്ലോ. ഈ ആം ആദ്മി പാർട്ടിക്ക് ദേശീയ, അതായത് ഞാൻ ചോദിക്കട്ടെ, ദേശീയ പാർട്ടിയെ പദവി കൊടുക്കുന്നതാണെന്നറിയാവോ? ഇലക്ഷൻ കമ്മീഷനാണ് അതിന് പദവി കൊടുക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനാണ്. ഇവിടെ ദേശീയ പാർട്ടിയായിട്ട് അംഗീകാരം കൊടുക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേട്ടാ. ഓക്കെ, ഈ 2023 ആം ആദ്മി പാർട്ടിക്ക് എന്ത് കിട്ടിയത്? ദേശീയ പദവി കിട്ടിയത്. ഓക്കെ, അപ്പോൾ ദേശീയ പാർട്ടി അംഗീകാരം കഴിച്ചത് ഏത് വർഷമാണ്? 2023. അപ്പോൾ ദേശീയ പാർട്ടിക്ക് അംഗീകാരം കൊടുക്കുന്ന ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, ഇനി അടുത്ത് 2023 കൂടി നാഷണൽ പാർട്ടി പദവി നഷ്ടപ്പെട്ട 3 പാർട്ടികളുണ്ട്. അത് ഒന്നാമത്തെ CPI. ഏതാണ് CPI? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. രണ്ടാമത്തത് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി. ഏതാണ്? നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, NCP എന്ന് പറയും. ഏതാണ്? NCP, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി. മൂന്നാമത്തെ ഏതാ? പുല്ലിന്റെ പര്യായത്തിലുണ്ട്. പുല്ലിന്റെ പര്യായം ഗ്രാസ് അങ്ങനെയാണ്. തൃണമൂൽ കോൺഗ്രസ്. തൃണമെന്ന് പറഞ്ഞാൽ എന്താണ്? തൃണവൽക്കരിച്ചുകൊണ്ട്. ഇപ്പൊ ഞാൻ തന്നെ നിന്റെ അടുത്തൊരു കാര്യം പറയുമ്പോൾ നീ തൃണവൽക്കരിച്ചുകൊണ്ട് അങ്ങോട്ട് നടക്കണമാണല്ലോ. അതിൻ്റെ അടുത്ത് എന്താണ്? പുല്ല് വില. ഓക്കെ, അപ്പോൾ തൃണമൂൽ കോൺഗ്രസ്. അതാണ് പിള്ളേരെ, തൃണമൂൽ കോൺഗ്രസ്. അപ്പോൾ 2023 കൂടി നാഷണൽ പാർട്ടി എന്ന പദവി നഷ്ടപ്പെട്ടത് ആർക്കൊക്കെയാണ്? CPI, NCP നാഷണൽ കോൺഗ്രസ് പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ? ഓക്കെ, അപ്പോൾ ദേശീയ പാർട്ടി ആകണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേട്ടോണേ. സംസ്ഥാന തെരഞ്ഞെടുപ്പിലോ ലോകസഭാ തെരഞ്ഞെടുപ്പിലോ, അതായത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്ന് ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 6%, കൂടാതെ 1 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്ന് 4 ലോകസഭാ സീറ്റെങ്കിലും വിജയിച്ചിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ ആകെ ലോകസഭാ സീറ്റുകളുടെ 2% നേടണം. അതും എത്ര സംസ്ഥാനങ്ങളിൽ നിന്ന്? 3 സംസ്ഥാനങ്ങളിൽ നിന്ന്. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? 4 സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പാർട്ടി എന്ന പദവി ഉണ്ടാകണം. 4 സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പാർട്ടി എന്ന പദവി ഉണ്ടാക്കണം. ഓക്കെ, ഇതൊക്കെയാണ് കണ്ടീഷൻ. പിന്നെ നമ്മൾ ഏതൊക്കെയാണ് ദേശീയ പാർട്ടികൾ നിലവിലുള്ളതെന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ. ഒന്നാമത്തെ ഏതാ പിള്ളേരെ? INC 1885 കൈപ്പത്തി. 2 CPIM 1964 അരിവാൾ ചുറ്റിക നക്ഷത്രം. മൂന്നാമത്തേത് BJP 1980 താമര. നാലാമത്തത് BSP 1984 ആന. ഓക്കെ, അഞ്ചാമത്തത് NPP നാഷണൽ പീപ്പിൾസ് പാർട്ടി 2013 പുസ്തകം. അഞ്ചാമത്തത് AAP ആം ആദ്മി പാർട്ടി ഏത് വർഷം? 2012 ജൂലൈ. ഓക്കെ, ഇപ്പൊ 2023 ആർക്ക് കിട്ടിയത്? ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത്. ഈ പദവി കൊടുക്കുന്ന ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 2023 പദവി നഷ്ടപ്പെട്ട ആർക്കൊക്കെയാ? CPI, NCP, തൃണമൂൽ കോൺഗ്രസ്. ഓക്കെ, മനസ്സിലായല്ലോ ഇത്തരം കാര്യങ്ങൾ. അപ്പൊ ഇത്രയും എനിക്കൊന്ന് ചോദിക്കണം. നിങ്ങൾ പഠിച്ചേ. ഓക്കെ, ഓക്കെ, അവിടെ വിജിഷ ദേശീയ പാർട്ടിയാകാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ കാര്യം പറ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ 4 അതിലധികം സംസ്ഥാനങ്ങളിൽ നിന്ന് 6% വോട്ട്. സാധുവായ വോട്ടിൻ്റെയാണ്. പോൾ ചെയ്ത സാധുവായ വോട്ട്. പോൾ ചെയ്ത ആകെ വോട്ടിൻ്റെ അല്ല. അത് മാറിപ്പോലെ പിള്ളേരെ. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഒറ്റ വാക്കിൽ മാറിപ്പോവും. പോൾ ചെയ്ത സാധുവായ വോട്ട്, കള്ളവോട്ടൊന്നും കൂട്ടൂല. മനസ്സിലായ? സാധുവായ വോട്ടിൻ്റെ എത്ര ശതമാനം? 6% നേടിയിരിക്കണം. കൂടാതെ ഒരു സംസ്ഥാനത്തിൽ നിന്നോ എത്ര ലോക്സഭാ സീറ്റ്? 4 ലോക്സഭാ സീറ്റ് വിജയിച്ചിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, അവിടെ രണ്ടാമത്തെ കണ്ടീഷൻ ആരാ പറയാൻ പോകുന്നത്? ഇതിനെ പറയാൻ പറ്റും. രണ്ടാമത്തെ കണ്ടീഷൻ നീ ഇത് പറഞ്ഞാൽ മതി. എനിക്ക് കാണാം, അവിടെ ഗേൾസ് കണ്ടുകൂടാ ഇരിക്കുന്നതായിരിക്കും. നേടിയിരിക്കണം. എത്ര സംസ്ഥാനങ്ങളിൽ നിന്ന്? 3 സംസ്ഥാനങ്ങളിൽ നിന്ന്. ഓക്കെ, എടാ ഇത് ഒരു സംസ്ഥാനത്തിൽ നിന്ന് പാടില്ല, ഏതെങ്കിലും 3 സംസ്ഥാനങ്ങളിൽ ആയിരിക്കണം. മനസ്സിലായോ?
ഈ 2% എന്ന് പറഞ്ഞത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 12 സീറ്റ് ഒരു സംസ്ഥാനത്ത് കിട്ടാൻ പാടില്ല, ഒരു 3 സംസ്ഥാനത്തിൽ നിന്നെങ്കിലും ആയിരിക്കണം ഈ 12 സീറ്റ് കിട്ടേണ്ടത്. മനസ്സിലായോ? ഓക്കെ. അടുത്ത മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ് ബിസ്മി? 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി അംഗീകരിച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് ചോദിച്ചു പോകാം. ഓക്കെ, സുബിനെ, ഒന്നാമത്തെ ദേശീയ പാർട്ടി ഏതാ? ഞാൻ അവനെ കൊണ്ട് ANC പറയിപ്പിക്കും. പറ, ഏത് വർഷമാണ് ANC? 85. ചിഹ്നം ഏതാ? കൈപ്പത്തി. വീതി രണ്ടാമത്തെ ഏതാ? CPIM. ഏത് വർഷം? ആ, ഓക്കെ. മൂന്നാമത്തത് BJP. പൂർണ്ണരൂപം? ഓക്കെ. ഏത് വർഷം? ചിഹ്നം ഇവിടെ. നാലാമത്തത് BSPയുടെ പൂർണ്ണരൂപം? ബഹുജൻ സമാജ് പാർട്ടി. വർഷം? ചിഹ്ന ആന. അടുത്തത് അഞ്ചാമത്തെ ഏതാ? NPP. ഏത് വർഷം? 2013. ചിഹ്നം? പുസ്തകം. ഇവിടെ കുട്ടി. ആറാമത്തെ ഏതാ? ആം ആദ്മി പാർട്ടി. 2012 ചൂൽ. നമുക്ക് ചൂൽ എന്തെന്നൊക്കെ അറിയോ? ഓക്കെ. 2023 പാക്ക കിട്ടിയത്? 2023 ആം ആദ്മി പാർട്ടിക്ക്. ഓക്കെ. ഈ ആരാണ് ഈ പദവി കൊടുക്കുന്നത്? ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇവിടെ 2023 പദവി നഷ്ടപ്പെട്ട ആർക്കൊക്കെയാ? തൃണമൂൽ കോൺഗ്രസ്, നാഷണൽ കോൺഗ്രസ് പാർട്ടി, നാഷണൽ കോൺഗ്രസ് പാർട്ടി, CPI. CPIയുടെ പൂർണ്ണരൂപം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഓക്കെ. ഇതൊക്കെ പറയുമ്പോൾ ഒരു വിഷമം വന്നല്ല ജവനെ. ഓക്കെ, അപ്പം നമുക്ക് ഇനി സംസ്ഥാന പാർട്ടിയിൽ പഠിക്കാനുണ്ട്. പക്ഷേ സംസ്ഥാന പാർട്ടി നമ്മൾ ഇന്ന് പഠിക്കാനില്ല. നിങ്ങളിത് നല്ലപോലെ തറവാക്കണം കേട്ടോ. അതായത് നല്ലപോലെ മനസ്സിലാക്കണം. ഒന്നുകൂടെ വായിച്ച പ്രശ്നം ഇത് മനസ്സിലാക്കണം നിങ്ങളെല്ലാവരും. കാരണം സംസ്ഥാന പാർട്ടികൾക്ക് ഇതുപോലെ അഞ്ച് കണ്ടീഷൻ ഉണ്ട് കേട്ടോ. ഇപ്പം നിങ്ങളത് പഠിച്ചാൽ നിങ്ങൾ മറന്നു പോകും. നിങ്ങൾ മറ്റത് മനസ്സിലാക്കി തലയിലോട്ട് കയറ്റിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം? സംസ്ഥാന പാർട്ടികൾ അത് പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, നമുക്കിനി അടുത്ത് കുറച്ച് POയ്ക്ക് നോക്കാം. സുബിനി ഒന്ന് പോസിറ്റേ. ഇലക്ഷൻ കമ്മീഷനാണ് എന്ത് ചെയ്യുന്നത്? പിള്ളേരെ പദവി കൊടുക്കുന്നത്. അതൊക്കെ ഓർമ്മയുള്ള ദേശീയ പാർട്ടിയൊക്കെ ഉള്ളതൊക്കെ. ഓക്കെ, ഒരു കാര്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട എത്ര ഇലക്ഷനുകളുണ്ട്? 2 പ്രധാനപ്പെട്ടതാ. സംസ്ഥാന തിരഞ്ഞെടുപ്പുണ്ട്, സംസ്ഥാന നിയമസഭ തിരഞ്ഞെടുപ്പുണ്ട്, ലോകസഭയുണ്ട്, രാജ്യസഭ തിരഞ്ഞെടുപ്പുണ്ട്, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുണ്ട്, രാഷ്ട്രപതിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, 2 പഞ്ചായത്ത്. പിന്നെ നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട 6 തിരഞ്ഞെടുപ്പുകളാണ് ഉള്ളത്. 6 എണ്ണം. ഓക്കെ, ആ 6 എണ്ണം ഏതൊക്കെയാണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. 1 രാഷ്ട്രപതി, 2 ഉപരാഷ്ട്രപതി, 3 രാജ്യസഭ, 4 ലോകസഭ, 5 സംസ്ഥാന നിയമസഭ, 6 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇതിൽ 3 എണ്ണത്തിൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. 3 എണ്ണത്തിൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഏതൊക്കെയാണ് 3 എണ്ണത്തിൽ വോട്ട് ചെയ്യാൻ പറ്റുന്നത്? ജോബിൻ പറഞ്ഞേ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ പറ്റുമോ? നീ എന്തിനാ വോട്ട് ചെയ്തത്? പറ്റുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് പറ്റും, നിയമസഭ പറ്റും, പിന്നെ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പറ്റും, ലോക്സഭ പറ്റും. ഓക്കെ, അപ്പൊ ഈ 3 ഇലക്ഷൻ എന്തെന്ന് പറയും? എടാ, പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറയും. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്. എന്നിട്ട് വോട്ടർ ഐ ഡി ഇല്ലേ? അപ്പൊ നിനക്ക് ഒന്നും പറ്റൂല. നിനക്ക് എല്ലാം പരോക്ഷം തന്നെ. വോട്ടർ ഐ ഡി ഇല്ലേ? വോട്ടർ ഐ ഡി വേണ്ടല്ലോ വോട്ട് ചെയ്യാൻ. ആധാർ മതിയല്ലേ? അതിന്റെ ഐഡി കാർഡ് മതിയല്ല. എനിക്ക് വോട്ടർ ഐ ഡി ഇല്ല. എന്റെ വോട്ടർ ഐ ഡി ഒരിക്കൽ പേഴ്സ് മോഷണം പേ എടുത്തില്ലേ പറ്റൂല. നിന്റെ വോട്ട് പൊക്കോണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഇവന്റെ വാർഡിലൊക്കെ ഒരു വോട്ടിനൊക്കെ മറ്റേ പാർട്ടി ജയിച്ചത്. നിന്റെ പേരിലെ കള്ളവോട്ട് തന്നെ ഇനി. ഇലക്ഷൻ കമ്മീഷന് സ്ഥിരം പോസ്റ്റ് ഓഫീസ് വഴി കത്ത് വേണം എല്ലാവരും. കള്ളവോട്ട് വേറെടുത്ത് ചെയ്തിട്ടുള്ള കത്ത് ഇതേ അഡ്രസ് വച്ചിട്ട് വേറെടുത്ത് ചെയ്തിട്ടുള്ള നിന്റെ വോട്ട് ആരാ? നിന്റെ ഇഷ്ടത്തിനാണ് ഇടുന്നത്. ഓക്കെ, ഇവനോട് മറ്റേ പാർട്ടി ഒരു വോട്ടിനും കണ്ടല്ലേ ചെയ്യുന്നത്. ഇവന്റെ അതിന്റെ മണ്ഡലം ഏതാണ്? ഓക്കെ, ശരി, ഇങ്ങോട്ട് നോക്കാം. പിള്ളേരെ അപ്പോഴേ ഇരുന്ന അർച്ചന അവിടെ എന്താ ഇപ്പൊ ചിരിച്ചെന്തിനാ? ഓക്കെ, അപ്പൊ മൊത്തത്തിൽ എത്ര ഇലക്ഷൻ? 6 ഇലക്ഷൻ. ഏതൊക്കെ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇതിൽ ആദ്യത്തെ 3 എണ്ണം അവിടെ അതിലേ ശ്രദ്ധിക്കുന്നുണ്ടാ?
ആദ്യത്തെ 3 എണ്ണം. രാഷ്ട്രാധ്യക്ഷൻ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഉപരാഷ്ട്രപതി വോട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഓക്കെ. രാജ്യസഭ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ 3 ഇലക്ഷൻ എന്താണ്? നമ്മുടെ രാജ്യത്തെ പരോക്ഷ തെരഞ്ഞെടുപ്പുകളാണ് ഈ 3 എണ്ണം. ഓക്കെ. അവിടെ തസ്നി നമുക്ക് നിയമസഭ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. ലോകസഭ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പോൾ ഈ 3 എന്താണ്? പ്രത്യക്ഷം. ഓക്കെ. ഇതിൽ 6 ഇലക്ഷനിൽ ഒരൊറ്റ ഇലക്ഷൻ മാത്രമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത്. അത് ഏതാണ് പിള്ളേരെ? പഞ്ചായത്ത് ഇലക്ഷൻ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനാണ്. ബാക്കിയെല്ലാം നടത്തുന്ന ആരാ? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. ഇത് ഓർത്ത് വെച്ചോണ്ട് ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാർട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മുന്നോട്ടൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം? പഠിക്കാം. നമുക്ക് ഇന്നൊരു വേറൊരു ചോദ്യം പഠിക്കാവേ. ഓക്കെ. ഇപ്പം റീസെൻ്റായിട്ട് പലതവണ റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ചോദ്യമാണിത്. കേരള ബാങ്ക് നിലവിൽ വന്ന തീയതി. നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല, അതിനെ പറയാൻ പറ്റും. 1929 2019 നവംബർ 29 2019 നവംബർ 29. കേരള ബാങ്ക് രൂപം കൊണ്ട് എപ്പോഴാണ് ഉള്ളത്? 2019 നവംബർ 29. കേരള ബാങ്ക് രൂപം കൊണ്ട് 2019 നവംബർ 29. എന്താണ് കേരള ബാങ്കിന്റെ പൂർണ്ണരൂപം? കേരള ബാങ്കിന്റെ പൂർണ്ണരൂപം എന്താ? കേരളത്തിന്റെ മറ്റേ വിഗ്രഹിച്ച് എഴുതുക അതല്ല എടാ. കേരള കോ ഓപ്പറേറ്റീവ് ബാങ്ക്. എന്താണ് പിള്ളേരെ? കേരള കോ ഓപ്പറേറ്റീവ് ബാങ്ക്. കേരള കോ ഓപ്പറേറ്റീവ് ബാങ്കാണ് എന്ത്? കേരള ബാങ്ക്. കേട്ടോ. ഓക്കെ. കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെയും കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്ക്. ഇതുപോലെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് PSC സ്റ്റേറ്റ്മെന്റ് ഇട്ട്. മനസ്സിലായോ? കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കാണ് ഏത്? കേരള ബാങ്ക് അല്ലെങ്കിൽ കേരള കോപ്പറേറ്റീവ് ബാങ്ക്. കേരള ബാങ്കിൽ ഉൾപ്പെടാത്ത സഹകരണ ബാങ്കാണ് ഏത്? മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്. കേരള ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള ബാങ്കിന്റെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഗോപി കോട്ടമുറിക്കൽ. അതും ചോദിച്ചതാണ്, കറങ്ങി വളർന്ന ചോദ്യമാണ്. കേരള ബാങ്കിന്റെ പ്രഥമ പ്രസിഡന്റ് ആരാണ് പിള്ളേരെ? ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്കിന്റെ പ്രഥമ CEO ആരാ? PS രാജനാണ് CEO കേട്ടോ. PS രാജനാണ് CEO. ഓക്കെ, ശരി. ഇനി കേരള ബാങ്ക് രൂപം കൊള്ളാൻ കാരണമായ നിയമം ഏതറിയാവോ? നിയമം കേരള കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീവ് ആക്ട് ആണ്. സൊസൈറ്റീസ് ആക്ട് 14A എന്ന സെക്ഷൻ പ്രകാരമാണ് കേരള ബാങ്ക് രൂപം കൊണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ കേരള കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് കേട്ടോ. എന്താണ്? കേരള കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 14A എന്ന നിയമപ്രകാരമാണ് എന്ത് ചെയ്തത് പിള്ളേരെ? കേരള ബാങ്ക് രൂപം കൊണ്ടത്. ഓക്കെ. ഇനി അതിൽ നിന്ന് പലതവണ വന്ന ഈ പറഞ്ഞതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾക്ക് വീണ്ടും ഈ വർഷം നടക്കാൻ വന്ന പരീക്ഷയ്ക്ക് ഇത് വീണ്ടും ചോദ്യങ്ങൾ കയറി വരും. ഓക്കെ. ഈ കേരള ബാങ്ക് രൂപം കൊണ്ടിരിക്കുന്ന ഒരു കമ്മിറ്റി പ്രകാരമാണ്. ഏത് കമ്മിറ്റി? ശരിടാ, കൊല്ലടാവനാ. ശ്രീരാമനാണോ? ശ്രീധരൻ ഉറപ്പിച്ച്. ശശിധരനാ? ശശിധരൻ കമ്മിറ്റി എന്താ? സാമ്പത്തിക സംവരണം ശശിധരൻ കമ്മിറ്റി. സാമ്പത്തിക സംവരണം ശശിധരൻ കമ്മിറ്റിയാണ്. ഓക്കെ. ഇത് MS ശ്രീറാം കമ്മിറ്റി. അതാണ് പിള്ളേരെ MS ശ്രീറാം കമ്മിറ്റി. നീ പറഞ്ഞ ശിവരാം കമ്മിറ്റി എന്താണെന്നറിയാമോ? ശിവരാമൻ കമ്മിറ്റി നമുക്ക് ചോദിക്കുന്നത് തന്നെയാണ്. നബാർഡിന്റെ രൂപീകരണമാണ് ഏത്? ശിവരാമൻ കമ്മിറ്റി. നബാർഡിന്റെ രൂപീകരണം ശിവരാമൻ കമ്മിറ്റി കേട്ടോ. നബാർഡ് ശിവരാമൻ. ഓക്കെ. ശശിധരൻ കമ്മിറ്റി ഏതാ? സാമ്പത്തിക സംവരണമാണ് ഏത്? ശശിധരൻ കമ്മിറ്റി. അപ്പൊ ഈ പറഞ്ഞ 3 കമ്മിറ്റി എന്ന് പറഞ്ഞു നോക്കാം. MS ശ്രീറാം കമ്മിറ്റി എന്താ? MS ശ്രീറാം കമ്മിറ്റി കേരള ബാങ്ക്. ഓക്കെ. അതുപോലെ ശിവരാമൻ കമ്മിറ്റി നബാർഡ്. ഓക്കെ. അതുപോലെ തന്നെ ശശിധരൻ കമ്മിറ്റി സാമ്പത്തിക സംവരണം. ഓക്കെ. ഇത്ര മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ. നബാർഡൊക്കെ നമ്മൾ മുമ്പും നബാർഡ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ കേരള ബാങ്ക് നമ്മൾ മുമ്പും പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. വീണ്ടും എടുത്ത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊന്ന് റിവിഷൻ ചെയ്തായിട്ട് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ. അപ്പോൾ കേരള ബാങ്ക് രൂപം കൊണ്ട തീയതി പറയടാ. 2019 നവംബർ 19. കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കിനെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും സംയോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കാണ് കേരള കോപ്പറേറ്റീവ് ബാങ്ക് എന്ന കേരള ബാങ്ക്. കേരള ബാങ്കിൽ ഉൾപ്പെടാത്ത സഹകരണ ബാങ്ക് ഏതാണ്? മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്. കേരള ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം മറ്റേ ഓവർബ്രിഡ്ജിന്റെ അവിടെ അല്ലേ? അല്ല, അവിടെ ഇല്ല ആസ്ഥാനം.
ഞാൻ കണ്ടിട്ടുണ്ടോ അവിടെ എന്തോ ബോർഡ്? കേരളം തിരുവനന്തപുരം ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെയാണെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് കറങ്ങാൻ പോകുന്ന നീ പോകാറില്ല ഇടയ്ക്ക്? ഞാൻ ഈ ബാങ്ക് ഒന്നും നോക്കാറില്ല. ഹോട്ടൽ മാത്രമേ ആക്കാറുള്ളൂ? ഹോട്ടൽ, തുണിക്കട, തുണിക്കട ആക്കാറുണ്ടോ? തുണിക്കട കേരള ബാങ്കിൽ ഉൾപ്പെടാത്ത സഹകരണ ബാങ്ക് ഏതാണ്? മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്. കേരള ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. പ്രസിഡന്റ് ആരാ? പ്രഥമ ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്കിന്റെ പ്രഥമ CEO ആരാണ്? PS രാജൻ. കേരള ബാങ്ക് രൂപീകരിക്കാൻ കാരണമായ നിയമമാണ് കേരള കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീവ് ആക്ടിൽ 14A. ഓക്കെ. കേരള ബാങ്ക് രൂപീകരണം പഠനം നടത്തിയ കമ്മിറ്റി ശ്രീറാം കമ്മിറ്റി. ഓക്കെ. നബാർഡ് രൂപീകരണം ശിവരാമൻ കമ്മിറ്റി. അതുപോലെ സാമ്പത്തിക സംഭരണം ശശിധരൻ കമ്മിറ്റി. ശശിധരൻ കമ്മിറ്റി. അപ്പോൾ അതും കൂടെ ചോദിച്ചിട്ട് റിവിഷൻ നടത്താം നമുക്ക്. ഓക്കെ, ശരി, ചോദിക്കട്ടെ. എവിടെ പോയി ചോദിച്ചു ഞാൻ? എളുപ്പമുണ്ട്. ഓക്കെ, പറയടാ. കേരള ബാങ്ക് രൂപം കൊണ്ട വർഷം തീയതി? 2019 നവംബർ 29. നവംബർ 29. എന്താണ് കേരള ബാങ്ക്? കേരള കോ ഓപ്പറേറ്റീവ് ബാങ്ക്. എന്താണ് കേരള കോ ഓപ്പറേറ്റീവ് ബാങ്ക്? കേരളത്തിലെ 13 ജില്ലാ സഹകരണ ബാങ്കും പിന്നെ കേരളത്തിലെ ബാങ്ക്. കേരളത്തിലെ ബാങ്കുമാണ് സംസ്ഥാന സഹകരണ ബാങ്കും. 13 ജില്ലാ സഹകരണ ബാങ്കുകളും സംസ്ഥാന സഹകരണ ബാങ്കും ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്? കേരള ബാങ്ക് രൂപം കൊണ്ടത്. ഇവിടെ കേരള ബാങ്കിൽ ഉൾപ്പെടാത്ത സഹകരണ ബാങ്ക് ഏതാ? മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക്. കേരള ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ബാങ്കിന്റെ പ്രധാന പ്രസിഡന്റ് ആരാ? ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്കിന്റെ പ്രഥമ CEO ആരാ? PS രാജൻ. ഓക്കെ. അവിടെ അർച്ചന, കേരള ബാങ്ക് രൂപം കൊള്ളാൻ കാരണമായ നിയമം? 14A. കേരള ബാങ്ക് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏതാ? അവിടെ അതുല്യ പറഞ്ഞേ. MS ശ്രീറാം കമ്മിറ്റി. അവിടെ ആൻസി, സാമ്പത്തിക സംഭരണം ഏത് കമ്മിറ്റി? ഓക്കെ. അവിടെ ആര്യ ചോദ്യം വന്നില്ലല്ലേ? ഇല്ല. ആര്യ പറഞ്ഞേ നബാർഡ് രൂപീകരണം ശിവരാമൻ കമ്മിറ്റി. ഓക്കെ, ശരി, അത്രേ ഉള്ളൂ. നമുക്ക് ഇനി ഇന്നലത്തെ ടോപ്പിക്ക് റിവിഷൻ നടത്താം. ഓക്കെ, എല്ലാവരും പേപ്പർ മേനൊക്കെ എടുത്തേ, മാറിയൊക്കെ ഇടുന്നേ. പൗസ് ചെയ്തേടാ. ആര്യ ചേച്ചി ഇവിടെ വന്നിരുന്നാണ് അങ്ങറ്റം സ്ഥലമുണ്ടാ? ഒലിവ് ഡ്രൈവിംഗ്. ഓക്കെ, ചോദ്യം ഉത്തരവിക്കോണേ. കേരളത്തിലെ ഡ്രൈവ് ഇൻ ബീച്ച് എവിടെയാണ്? കേരളത്തിലെ ഡ്രൈവ് ഇൻ ബീച്ച് എവിടെയാണ്? രണ്ടാമത്തത്, കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? മൂന്നാം ചോദ്യം, തൃശ്ശൂർ ജില്ലയിലെ പ്രധാന ബീച്ചുകൾ ഏതല്ല? തൃശ്ശൂർ ജില്ലയിലെ പ്രധാന ബീച്ചുകൾ ഏതല്ല? നാലാം ചോദ്യം, ചാകര സാധാരണയായി കണ്ടുവരുന്ന തീരമേഖല എഴുതിയില്ല? മൂന്നാമത്തത് ചെറിയാതെ പറഞ്ഞാൽ. മൂന്നാമത്തെ, തൃശ്ശൂർ ജില്ലയിലെ പ്രധാന ബീച്ചുകൾ ഏതല്ല എന്ന് എഴുതണം. തൃശ്ശൂർ ജില്ലയിലെ പ്രധാന ബീച്ചുകൾ ഏതൊക്കെ? ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നോട്ടാം. തൃശ്ശൂർ ജില്ലയിലെ പ്രധാന ബീച്ചുകൾ ഏതെല്ലാം എന്ന് എഴുതണം. 4, ചാകര സാധാരണയായി കണ്ടുവരുന്ന തീരമേഖല. ചാകര സാധാരണയായി കണ്ടുവരുന്ന തീരമേഖല. 5, ഇന്ത്യയുടെ ദേശീയ മത്സ്യം. ഇന്ത്യയുടെ ദേശീയ മത്സ്യം. 6, തീരപ്രദേശം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും എത്ര മീറ്റർ ഉയരം വരെയാണ്? തീരപ്രദേശം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും എത്ര മീറ്റർ? 5, ഇന്ത്യയുടെ ദേശീയ മത്സ്യം. 5, ഇന്ത്യയുടെ ദേശീയ മത്സ്യം. 6, തീരപ്രദേശം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് എത്ര മീറ്റർ ഉയരം വരെയാണ്? 7 ചോദ്യം, കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോടത്തെ കടൽത്തീരം. കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോടത്തെ കടൽത്തീരം. എഴുതിയാ? 8 ചോദ്യം, തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്ര? തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്ര? 9 ചോദ്യം, കേരളത്തിലെ ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല ഏതാണ്?
കേരളത്തിൽ ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല ഏതാണ്? 10ാം ചോദ്യം, കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? ഓക്കെ, എഴുതിയല്ലോ. 12ാം ചോദ്യം, ചാകര രൂപം കൊള്ളുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ്? ചാകര രൂപം കൊള്ളുന്നത് എപ്പോഴൊക്കെയാണ്? പന്ത്രണ്ട് ശൈലികളാണ്. ചെമ്പ് തെളിയുക, ചെമ്പ് തെളിയുക, അതിൻ്റെ അർത്ഥം എഴുതണേ. മഞ്ഞൾ പറിക്കുക, മഞ്ഞൾ പറിക്കുക, മഞ്ഞൾ പറിക്കുക. കോമരം തുള്ളുക, കോമരം തുള്ളുക. അടുത്ത ലേമാൻ, തർജ്ജമ എഴുതണം. ലേമാൻ, ലേമാൻ്റെ തർജ്ജമ എഴുതണം. അടുത്ത 16, റീവാലിഡേഷൻ, തർജ്ജമ എഴുതണം. റീവാലിഡേഷൻ, റീവാലിഡേഷൻ, തർജ്ജമ എഴുതണം. അടുത്ത് ക്യൂർ ഫിഷ്, ക്യൂർ ഫിഷ്, ക്യൂർ ഫിഷ്, ക്യൂർ ഫിഷ് എഴുതിയ. അടുത്ത് 12ാം ചോദ്യം, പയ്യാമ്പലം ബീച്ച് ഏത് ജില്ലയിലാണ്? പയ്യാമ്പലം ബീച്ച് ഏത് ജില്ലയിലാണ്? ഇതിന് ഷാനു വേണേ, ഇതിന് ഷാനു വേണം. ക്ലാസ് ഓൺലൈൻ. പയ്യാമ്പലം ബീച്ച് ഏത് ജില്ലയിലാണ്? 19ാം ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാണ്? 20ാം ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ എവിടെയാണ്? 15ാം ക്വസ്റ്റ്യൻ, ലേമാൻ, ലേമാൻ, ലേമാൻ. ഡേ ഡിസ്കസ് ചെയ്യരുത്. എത്ര ക്വസ്റ്റ്യൻ? 7ാം ക്വസ്റ്റ്യനാ. കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോടത്തെ കടൽത്തീരം. അവിടെ പൗസ് ചെയ്തേ. ഇവിടെ നോക്കാം. എന്താ പറയടാ, കേരളത്തിലെ ഡ്രൈവിംഗ് ബീച്ച് ഏതാ? മുഴുപ്പിലങ്ങാട്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാ? അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച്. അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. ഇവിടെ അതിലെ തൃശ്ശൂർ ജില്ലയിലെ പ്രധാന ബീച്ചിൽ ഏതല്ല? സ്നേഹതീരം, ചാവക്കാട് അല്ലേ? ചാവക്കാട്, മുനയ്ക്കൽ, വാടാനപ്പള്ളി. വാടാനപ്പള്ളി. ചാവക്കാട്, സ്നേഹതീരം, മുനയ്ക്കൽ, വാടാനപ്പള്ളി. അവിടെ ആര്യ ചാകര സാധാരണ കണ്ടുവരുന്ന തീരമേഖല ഏതാ? തെക്ക് പടിഞ്ഞാറ് തീരമേഖല. ഇന്ത്യയുടെ ദേശീയ മത്സ്യം സുബിനെ? അയില. ഓക്കെ. അവിടെ തീരപ്രദേശം സ്ഥിതി ചെയ്യുന്നത് സമുദ്രത്തിൽ നിന്ന് എത്ര മീറ്റർ ഉയരം വരെയാണ്? 7.5. ഓക്കെ. കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോടത്തെ കടൽത്തീരം ഏതാ? കുളാവി പാലം. ഓക്കെ. തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്ര? 10. ഈ ഇറി 5. ഓക്കെ. ഓക്കെ. അടുത്ത് കേരളത്തിൽ ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല ഏതാ? കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാ? തൃശ്ശൂർ. ചാകര രൂപം കൊള്ളുന്നത് എപ്പോഴാ? മൺസൂണിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും. ചെമ്പ് തെളിയുക, ധനുജ, കാപട്യം പുറത്താവുക. മഞ്ഞൾ പറിക്കുക, നാണിച്ചു പോവുക. കോമരം തുള്ളുക, അവിടെ അതുല്യ, പലപ്പോഴും എന്തെങ്കിലും പ്രവർത്തിക്കുക. ഇവിടെ ലേമാൻ, ആൻസി, സാമാന്യൻ. ഓക്കെ. റീവാലിഡേഷൻ, പുനർജീവിപ്പിക്കൽ. ക്യൂർ ഫിഷ്, വിജിത്രമനുഷ്യൻ. ഓക്കെ. പയ്യാമ്പലം ബീച്ച് ഏത് ജില്ലയിൽ? കണ്ണൂർ. അവിടെ കേരളത്തിൽ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ഏതാ? ആര്യ? ആലപ്പുഴ. കേരളത്തിൽ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ഏതാ? വിഴിഞ്ഞം. ഓക്കെ, ശരി. അപ്പോൾ ഇന്നത്തെ റിവിഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഓരോരുത്തർ മാർക്ക് നോക്കാം. ഓക്കെ, അതിലെത്ര മാർക്ക്? 20. മിടുക്കൻ. ഓക്കെ, ഇവിടെ എത്ര മാർക്ക്? ജോബിൻ 20. നിനക്ക് എത്രടാ? 5ആടാ. നീ ക്ലാസ് ഇവിടുത്തെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇനി കണ്ട് പഠിച്ചിട്ട് വേണം കേട്ടാ.
അവിടെ ആര്യക്ക് 20 കൊള്ളാം. അവിടെ സുബിനെ എന്താ 18 നീ ഇതിൽ ഉണ്ടായിരുന്നല്ലേ? ഏതാ കിട്ടാത്തത്? ഓക്കെ. സുദർശന ശരണ്യ 20, ആൻസി 20, അതില്ലേ 20. നയനക്ക് എത്ര? 13. ഇന്നലെ ഉണ്ടായിരുന്നില്ലേ? ഇന്നലെ ഇല്ലേ എഴുതണം. ഓക്കെ. നീ ഇന്നലെ ഉണ്ടായിരുന്നില്ലേ? കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ള 17. ബാക്കി വീഡിയോ പഠിക്കാത്തത് അത് അവിടത്തെ പോയി. ഓക്കെ ശരി. അവനൊക്കെ എത്ര? 20. അർച്ചന 20. ബിസ്മി നീ ഇന്നലെ ഉണ്ടായിരുന്നില്ലേ? എന്തു പറ്റി? മനസ്സിലായി എഴുതിയില്ല. വിജിഷയ്ക്ക് ഏതറിഞ്ഞിടത്ത്? ഓക്കെ. ഇവിടെ ശരി. കണ്ടത് ഇപ്പം നിങ്ങൾ ഈ പലരും നമ്മൾ ഈ ക്ലാസ്സിനൊക്കെ റെക്കോർഡ് ക്ലാസ് ഉണ്ടെന്ന് പറയാറില്ലേ? റെക്കോർഡ് ക്ലാസ്സിൻ്റെ കുഴപ്പം ഇതാണ്. ഇപ്പം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ട് പഠിക്കുക, റെക്കോർഡ് ക്ലാസ് കണ്ട് പഠിക്കുക എന്നുള്ളത് യഥാർത്ഥമല്ല. അത് എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല. ലൈവ് ക്ലാസ് ആകുമ്പോൾ ഇരുന്ന് പഠിക്കുന്നത്. ലൈവ് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നല്ല മാർക്കുണ്ട് കേട്ടോ. അതാണ് കാര്യം. ഓക്കെ ശരി. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഇന്നലത്തെ റിവിഷനിൽ ഫുൾ മാർക്കുള്ളവർ ഇവിടെ ലിസ്റ്റിംഗ് എടുത്തേ. ഇവിടെ നിങ്ങൾ പൊക്കോ, ബാക്കിൽ പൊക്കോ കേട്ടോ. ഓക്കെ. അക്ഷിന കണ്ണൂരിന് ഫുള്ള്, രഞ്ജിനി തലശ്ശേരി, ദീപാരാജൻ വയനാട്, സുനിജ പത്തനംതിട്ട, ആതിര ഇ, വർഷ പാലക്കാട്, പൊന്നു പാലക്കാട്, രഞ്ജു കൊല്ലം, അശ്വതി, ആതിര കോട്ടയം, വിദ്യ കൊല്ലം, അഞ്ജു പേരാമ്പ്ര, കസ്തൂരി മോഹൻ, ബിനീഷ പാലക്കാട്, റീന ഷിജോ വയനാട്, ആർഷ വി വിജയൻ, റൈന ഷാഫി, ഹീര പാലക്കാട്, ശ്രീ പാർവതി വയലാറ്, ജിതിൻ കാസർഗോഡ്, സുനിയ ശിലേഷ് വൈക്കം, നഹജ എറണാകുളം, ശാന്തി, രാഗി എസ്, വത്സല ശ്രുതി, ആദിത്യ കെ. ഓക്കെ. ആദിത്യ ഗൗരി ചെയ്തില്ലേ? ആദിത്യ ഗൗരി. ഓക്കെ ശരി. അപ്പോൾ ഇത്രയും പേർക്കാണ് ഫുൾ മാർക്ക് ഉള്ളത്. ഓക്കെ. 10 മാർക്കുണ്ടോ? ബാക്ക് സൈഡ് നോക്കിയില്ലേ? എന്തുവാടേ? ഓക്കെ. അപ്പോൾ അനന്ത് 10 മാർക്ക്. ക്ലാസ് ഇല്ല, എന്നിട്ട് 10 മാർക്ക് കിട്ടിയ നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. എന്നിട്ട് ഓക്കെ ശരി. അപ്പോൾ ഈ ഇത്രയും പേർക്ക്, ഈ ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും അഭിനന്ദനങ്ങൾ. ഇവിടെ പോവാൻ പറഞ്ഞത് അലച്ചോണ്ട് പോകാല പറഞ്ഞത്, അലക്കാതെ സാവധാനം. ശരി. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ. നാളെ ഈ ടോപ്പിക് നല്ലപോലെ പഠിച്ചോണ്ട് വേണം കേട്ടോ എല്ലാവരും. ഓക്കെ ബൈ, ടാറ്റ.